Hi friends, Saifavlogs എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അയില മുളകിട്ട് വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: അയില കഴുകി വൃത്തിയാക്കി വെച്ചത്, സവാള അരിഞ്ഞു വെച്ചത്, 2 തക്കാളി, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുത്തത്, കറിവേപ്പില. വെച്ച് നല്ല പോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുകിടുക, ഒരു 1/2 സ്പൂണ് ഉലുവയും ഇടുക. എന്നിട്ടത് നല്ല പോലെ പൊട്ടിയതിന് ശേഷം ഇത് കടുകും ഉലുവയും നല്ല പോലെ പൊട്ടിയതിന് ശേഷം സവാള അരിഞ്ഞത് ഇതിലേക്കിടുക. സവാള ഒന്നിങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇടാം. ഇതും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. തക്കാളി നല്ലപോലെ വേവണമെങ്കിൽ അടച്ച് വെക്കണം കേട്ടോ. ഇനി നല്ല പോലെ വഴണ്ടിട്ടുണ്ട്. നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ നല്ല പോലെ വഴണ്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതിടുക, മുളകും ഇടുക. ഇനി അത് നല്ല പോലെ വഴറ്റുക. ഇനി മുളക് പൊടി ഇടാം. മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലിയാണ് കൂടുതലിടുന്നത്. മറ്റേ മുളക് 1 സ്പൂണേ ഇടുന്നുള്ളൂ. ഇത് നല്ല പോലെ മൂത്തിട്ടുണ്ട്. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലേശം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം. രണ്ട് ഇങ്ങനെ കൊടംപുളി എന്നും പറയും, അവിടെ തോട്ടുപുളി എന്ന് പറയും. ഇത് 2 എണ്ണം നമുക്കിങ്ങനെ കീറി ഇട്ട് കൊടുക്കുക. അതിൽ തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി കറി നല്ല പോലെ തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച മീൻ കഷ്ണം ഇതിൽ ഓരോന്നായി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കിത് ഒരു അടച്ച് വെക്കാം. ഇങ്ങനെയാണ് അയില മുളകിട്ട് വെക്കുന്നത്. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ കമൻ്റായി അറിയിക്കുക. ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.